ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയപ്പോഴുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഞാൻ പൊങ്കാല ഇടുന്നേക്കാട്ടിലുപരി ആ ആറ്റുകാൽ പൊങ്കാല കാഴ്ചകളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെളുപ്പിന് ഒരു 3:30 ആയപ്പോൾ ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന്. എന്താണെങ്കിൽ നമുക്ക് ആറ്റുകാലിൻ്റെ ഒരു കുറച്ച് ദൂരം വരെയാണ് ട്രാഫിക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ ദൂരെ വണ്ടി ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് നടന്ന് പോവുകയാണ് ചെയ്തത് കേട്ടോ. ഇതൊക്കെ 4 മണി നേരമാണ്, പക്ഷേ റോട്ടിലും ഒക്കെ നിറയെ ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഈ സൈഡുകളിലൊക്കെ ഓൾറെഡി മുന്നേ വന്ന് ബുക്ക് ചെയ്തവർ, അതായത് തലേ ദിവസമൊക്കെ വന്ന് സ്റ്റേ ചെയ്യണവരൊക്കെയാണ് കേട്ടോ പകുതിയിലധികം. റോഡ് മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. ഒരു 4 മണി നേരത്തും ഫുൾ ഫിൽഡാണ് റോഡും അതിൻ്റെ ആ സൈഡിലുള്ള സ്ഥലങ്ങളും എല്ലാം. ഞാനിവിടെ തിരുവനന്തപുരത്ത് താമസമായിട്ട് 2 വർഷമായെങ്കിലും പൊങ്കാലയ്ക്ക് ഇതുവരെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഫസ്റ്റ് പൊങ്കാലയാണ്. പിന്നെ അതായത് ഞങ്ങൾ മണക്കാട് എന്ന് പറയുന്ന സ്ഥലം, അതായത് ആറ്റുകാലിൽ നിന്ന് നടക്കാനുള്ള കുറച്ച് ദൂരം മാത്രം നീങ്ങിയിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ പൊങ്കാല ഇട്ടത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിലേറ്റീവിൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അവർ നമുക്ക് സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഇടാനായിട്ട് പറ്റിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 4 മണിക്ക് ചെന്നിട്ട് വീടിൻ്റെ ആ ഗേറ്റിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മുടെ കലവും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി നടന്നു കേട്ടോ. 10:15 ആ ഒരു സമയത്താണ് എല്ലാ അടുപ്പുകളിലും തീ കൂട്ടാനുള്ള ആ ഒരു സമയം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അതുകൊണ്ട് അവിടെ മുഴുവനായിട്ട് തന്നെ നടന്ന് കാണാനൊക്കെ പറ്റി കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമുക്ക് ആ ഒരു എന്താണ് ആ തിരക്കും വെളിച്ചമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നും കേട്ടോ ഉള്ളിൽ. ഇത് എനിക്ക് ആദ്യത്തെ അനുഭവം ആയതുകൊണ്ടായിരിക്കും. കുറേ പ്രാവശ്യം ഇട്ടിട്ടുള്ളവർക്ക് അത്രയും പുതുമ തോന്നുമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ പലതരത്തിലുള്ള കച്ചവടക്കാർ, അതിപ്പോൾ സാധാരണ ആണല്ലോ, എല്ലാ ഉത്സവങ്ങളുടെയും പറമ്പിലും ഒക്കെ കുറേ കച്ചവടക്കാരുണ്ടായിരിക്കുമല്ലോ. വെളുപ്പിന് തന്നെ ഇതെല്ലാം കാണുമ്പോൾ അതൊരു വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ ഭയങ്കര വെയിലും ഇതൊക്കെ ആകുമ്പോൾ നമുക്കിതൊന്നും അത്ര കാര്യമായിട്ട് ആസ്വദിക്കാൻ തോന്നില്ല. പക്ഷേ ആ നേരത്ത് പുലർച്ചെയാണ്, ഇതിപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുള്ളൂ. ആ നേരത്ത് ഇതൊക്കെ കാണാനായിട്ട് പറ്റിയപ്പോൾ അതൊരു നല്ലൊരു സന്തോഷമാണ് കേട്ടോ. ആ നേരത്തെ ആ റോട്ടിൽ കൂടെ ഒക്കെ നടക്കാൻ ഫുള്ള് നമ്മുടെ ചുറ്റും നിറയെ മാലബൾബുകൾ, പിന്നെ അമ്പലത്തിലത്തെ ആ ഒരു പാട്ട്, പിന്നെ ആളുകളുടെ തിരക്കുണ്ട്. ഇനിയിപ്പോൾ ഒരു കുറച്ചും കൂടി നേരം, അതായത് ഒരു വെളിച്ചമൊക്കെ ആകുമ്പോൾ 7 മണിയൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഫുൾ ഭയങ്കര തിരക്കായി കേട്ടോ. പിന്നെ നമ്മൾ നടന്ന് കുറച്ച് ദൂരം എത്തുമ്പോൾ തന്നെ ദേവിയുടെ ഫോട്ടോ വെച്ച് മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചന്ദനം, ഇതൊക്കെ ഓരോ ചെറിയ ഗ്യാപ്പിൻ്റെ ഇടയിലുമായിട്ടും അത് ഇവരങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചന്ദനമൊക്കെ തൊട്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെയാണ് വന്ന് പൊങ്കാലയുടെ കലവും ഇതൊക്കെ ഒന്ന് അടുപ്പും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ ഓരോ സമയത്തും അത് അന്നദാനം ഉണ്ട്. അതായത് ഇവർ അനൗൺസ് ചെയ്യും. നമുക്കിവിടെ ഫുള്ള് സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ രാവിലത്തെ ഭക്ഷണം, അതുപോലെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒക്കെ, ഇതൊക്കെ എനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെന്ന് ആ ഒരു ഭയങ്കര വെയിൽ കൊണ്ടതിൻ്റെ ഒരു ക്ഷീണമൊന്നും തോന്നില്ല കേട്ടോ. എൻ്റെ ആ ഫ്രണ്ട് പറഞ്ഞിരുന്നു ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു, പക്ഷേ ഇതുപോലെ ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിൽ വെള്ളവും ജ്യൂസും അതുപോലെ തന്നെ ഫുഡും ഓറഞ്ച് അങ്ങനെ പല പല സാധനങ്ങൾ അവർ തരുന്നുണ്ടായിരുന്നു കേട്ടോ. ആർക്കും അതൊരു ക്ഷീണവും തോന്നിയിട്ടുണ്ടാവില്ല. നമ്മൾ ഫുഡൊന്നും പിടിക്കേണ്ട കാര്യമേ ഇല്ല, എല്ലാം അവർ തരും. അതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടോ എനിക്ക്. ഇതിപ്പോൾ രാവിലത്തെ ഭക്ഷണമാണ്. ഇഡലിയും രസവടയും സാമ്പാറും ഒക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത്രയധികം ഭക്തജനങ്ങൾ വരുമ്പോൾ അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഇതൊരു വലിയ കാര്യമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ട് ഈ കലവും എല്ലാം ശരിയാക്കി വെച്ചു കേട്ടോ. ഇനി എന്നിട്ട് അവരെ അനൗൺസ് ചെയ്യുമ്പോഴാണ് വരിയായിട്ട് എല്ലാ അടുപ്പുകളിലും തീ കത്തിച്ചിരുന്നത് കേട്ടോ. പിന്നെ ഈ ചന്ദനവും ഇതൊക്കെ കലത്തുമ്മലും അതുപോലെ തന്നെ ആ കല്ലുമ്മലും ഒക്കെ ചാർത്തി കൊടുത്തു. പിന്നെ എന്താണെങ്കിൽ ഞങ്ങൾ ഈ അടുപ്പ് തീ കൊളുത്തി അരിയൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ചിരുന്നു കേട്ടോ കുറച്ച് നേരം. അപ്പോഴാണ് തൊട്ടടുത്ത ചേച്ചിമാരൊക്കെ വന്ന് പറഞ്ഞത് അങ്ങനെ അടച്ച് വെക്കരുത്, ഇങ്ങനെ പൊങ്കാലിടുമ്പോൾ തുറന്ന് വെച്ച് വേവിക്കണം എന്നുള്ള കാര്യം. പക്ഷെ അത് ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ചാരമൊക്കെ അതിലേക്ക് വീഴണ്ടല്ലോ എന്നുള്ള ഒരു ധാരണയിലാണ് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചത്. പക്ഷേ അവർ പറഞ്ഞതിന് ശേഷം പിന്നെ ഫുള്ള് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചത്.
പിന്നെ ആദ്യമായിട്ട് പൊങ്കാല ഇടണവരാണെങ്കിലും തൊട്ടടുത്തുള്ളവരൊക്കെ നമുക്ക് നന്നായി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞങ്ങൾ പിന്നെ അടുപ്പിൻ്റെ ഞങ്ങളുടെ നേരെ മുൻഭാഗത്തായിട്ട് വിളക്ക് കത്തിച്ച് വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ ഡയറക്ഷനിലാണ് അടുപ്പ് വെക്കണമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ മതിലിൻ്റെ ആ ഭാഗത്ത് സ്പേസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ടാണ് ഈ വിളക്കും ഇതൊക്കെ കത്തിച്ച് വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സുമ്മലൊന്നും ഒട്ടും തീയൊന്നും ആവാണ്ട് ഇരിക്കാനും ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ തൊട്ടടുത്ത് വിളക്കുകളാണല്ലോ. അതൊക്കെ ഈ പൊങ്കാലയ്ക്ക് വരുന്നവരും അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും അത് കുറേ പേര് വളരെ സന്നദ്ധരായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെയാണ് ആ ഒരു ഫീലൊക്കെ കിട്ടുന്നത്. അതൊക്കെ ശരിക്കും നമുക്ക് മനസ്സിൽ ഫുൾ ഫിൽഡായിട്ട് തോന്നും കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. ഞാൻ ഈ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ എനിക്ക് അത്രയും ഞാനങ്ങനെ ഭയങ്കരമായിട്ടൊരു ഭക്തി ഉള്ള ആളല്ല, എങ്കിലും അത് ദൈവവിശ്വാസം ഉണ്ട്, ആ ഒരു കൂട്ടത്തിലാണ്. പക്ഷേ നമ്മുടെ കൂടെ നിൽക്കണവരൊക്കെ ഇങ്ങനെ വരിയായി നിൽക്കണവരൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഭക്തിപൂർവ്വം നിൽക്കണ കാണുമ്പോൾ ഈ തീ കൊളുത്തിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൈബല്ല കേട്ടോ കിട്ടുന്നത്. ശരിക്കും എല്ലാവരും വളരെ ഭക്തിപൂർവ്വം തന്നെയാണ് ഈ പായസം ഉണ്ടാക്കണ കാര്യങ്ങളും എല്ലാം ചെയ്യണത് കേട്ടോ. ആ രാവിലെ അവിടെ വെളുപ്പിന് നടന്ന് ആ ഒരു പ്രത്യേക വൈബ് ഒക്കെ മാറി എല്ലാവരും ഒരു ആ ഭക്തിയുടെ ഒരു ഭക്തിയുടെ ഒരു ഫീലിലേക്ക് വരാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കൊണ്ടുപോയ വിറക് ഇപ്പോൾ കുറവാണെങ്കിലും ഒക്കെ നമുക്ക് തൊട്ടടുത്തുള്ളവരൊക്കെ തന്ന് സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പുറത്തുള്ളവരൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് കണ്ടായിരുന്നു ഞാൻ. അങ്ങനെ നമുക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന് കണ്ടറിഞ്ഞ് ചെയ്യണ ഒരു സിറ്റുവേഷനായിരുന്നു കേട്ടോ അന്നത്തെ. പിന്നെ ആ ഒരു തിരക്കിൽ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തീയാണ് എല്ലായിടത്തും, അതും അത് എല്ലാവരും സെൽഫായിട്ടൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു പോയിൻ്റ് മാത്രമാണ് മെയിനായിട്ട് നോക്കാനുള്ളൂ. ബാക്കി എല്ലാവരും എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യാനും അത് തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങളുടെ പായസമൊക്കെ അത്യാവശ്യം തിളച്ച് എല്ലാവരും അതെ കേട്ടോ നന്നായിട്ടൊക്കെ പുറത്തേക്ക് പോയി. ഇത് നന്നായി പുറത്ത് നല്ല രീതിയിൽ പോകണം എന്നാണല്ലോ വിശ്വാസം. അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അത് ആദ്യമായിട്ടാണ് അന്ന് എക്സ്പീരിയൻസ് ചെയ്തത്. പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നേദിക്കാനായിട്ട് പിന്നെ 1:30 ആയിരുന്നു സമയം. അപ്പം പിന്നെയും ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടോ എല്ലാവരുടെയൊക്കെ ഒന്ന് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തുള്ളവരൊക്കെ വേറെ പല വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പായസം മാത്രമാണ് ഉണ്ടാക്കിയത്. ചിലർ പലതരത്തിലുള്ള വിഭവങ്ങൾ ഇതേ കണ്ടില്ലേ, അതെല്ലാനും അത് കാണാനായിട്ട് പറ്റിയിട്ടോ. ഓരോരോ വെറൈറ്റി അപ്പങ്ങളും അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ അവർ പലതും ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ ഗ്രൗണ്ട് മുഴുവൻ പൊങ്കാല ഇടാനായിട്ട് അടുപ്പൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇവിടെ ഒരുപാട് പേര് വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഇതൊരു വലിയൊരു ഭാഗമാണ്. ഞങ്ങൾ പൊങ്കാല ഇട്ട് അവിടെ നിന്ന് കുറച്ചും കൂടി നീങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാരെ കണ്ടു കേട്ടോ അവിടെ. ആ ആറ്റുകാലിൻ്റെ ഭാഗത്തുള്ള ഓരോ വഴികളിലും അത് നിറയെ പൊങ്കാലയാണ്. പിന്നെ ഇപ്പോൾ ഇത്തിരി കോമ്പൗണ്ടൊക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ കൂടി അതിൻ്റെ ഉള്ളിലും അത് പല അടുപ്പുകളും സെറ്റ് ചെയ്തിട്ട് ആൾക്കാർ പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ആറ്റുകാലിൽ തന്നെ ഉള്ളൊരു വല്യച്ഛനാണ് ഇത്. അപ്പോൾ പൂമാല കെട്ടുമ്പോൾ ഞങ്ങളായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് സ്ഥിരമായിട്ട് വരാനും ഒക്കെ പറഞ്ഞു. നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ പൂമാല കെട്ടുണ്ടായിരുന്നത്. ഇതൊരുപാട് ആൾക്കാർ തിരിച്ചു പോകുന്ന ദൃശ്യമാണ് കേട്ടോ. അതായത് നേദിച്ചൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കലവും ഒക്കെ കൊണ്ടാണല്ലോ പോണത്. അത് കാരണം കൊണ്ട് വെയിറ്റൊക്കെ ഉള്ള കാരണം കൊണ്ട് എല്ലാവരും തലയിലൊക്കെ വെച്ചിട്ട് ആണ് പോണത്. ഞങ്ങൾ അവിടെ നിന്ന് ഈ നേദിച്ച് കഴിഞ്ഞ അപ്പം തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കഴിഞ്ഞ് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും കുറേ നേരം ട്രാഫിക്കിൽ പെട്ട് അങ്ങനെ നിൽക്കേണ്ടി വരും. ഈ ട്രാഫിക്കിൻ്റെ കാര്യമാണെങ്കിലും ഇവിടുത്തെ പൗരസമിതിക്കാരും ഒക്കെ നന്നായി ശ്രദ്ധിക്കും
ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും വണ്ടികൾ ഉള്ളിലേക്ക് കടത്തി വിടാണ്ട്, അതായത് ഇപ്പോൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ മേത്തൊക്കെ കൊള്ളുമല്ലോ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അതായത് ഈ പൊങ്കാലയുടെ ഈ ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് വണ്ടികളൊക്കെ കടത്തി വിടുന്നത്. ആളുകളൊക്കെ റോട്ടിൽ ഫുള്ളാണ് നടന്നു പോകാനായിട്ട്, തിരിച്ചു പോകാനായിട്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെങ്കിൽ, ഈ കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പോകും കേട്ടോ. അതായത് ആ നേദിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും തന്നെ ആൾക്കാർ വന്ന് ഫുള്ള്, അതായത് ഇഷ്ടികയൊക്കെ മാറ്റി ആ ഭാഗമൊക്കെ ഫുൾ ക്ലീനാക്കി പോകുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ എനിക്ക്. ഇത്രയും അധികം വേസ്റ്റും സാധനങ്ങളൊക്കെ വേഗം വന്ന് ചാക്കിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ചില ഭാഗങ്ങൾ പിന്നീട് തീ പിടിക്കാണ്ടിരിക്കാൻ നനച്ചു കൊടുക്കണമൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ പൊങ്കാലയുടെ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അവിടെ ആറ്റുകാലിലുള്ള ഒരുവിധം കാഴ്ചകളും കാണാനായിട്ട് പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് കുക്കിംഗ് വീഡിയോസ്, പിന്നെ ഇവിടെ വീട്ടിലുള്ള കുറച്ച് ബേർഡ്സിൻ്റെ വീഡിയോസൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.